നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നും പ്രകടനമാണ് കിങ് കോഹ്ലി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക മാൻ ഓഫ് ദി മാച്ച് പ്രകടനം. 93 റൺസാണ് 91 പന്തുകളിൽ നിന്ന് വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിൽ അദ്ദേഹം അടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സിൻ്റെ ബലത്തിൽ തന്നെയാണ് ടീം ഇന്ത്യ മത്സരം വിജയിച്ച് കയറിയത്. കളിക്ക് ശേഷം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എത്രാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് ലഭിച്ചതെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഞാൻ എൻ്റെ അമ്മക്ക് അയച്ചു കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അവരാണിത് കീപ്പ് ചെയ്യുന്നത്. അതായത് തൻ്റെ വീട്ടിലേക്ക് തൻ്റെ അമ്മക്കാണ് ഈ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ താൻ അയച്ചു കൊടുക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഐ സെൻഡ് മൈ അവാർഡ്സ് ടു മൈ മം. അവർ അതിൽ വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. അവരാണത് കീപ്പ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ ഈ ഹോൾ ജേണി ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് സ്വപ്നം യാഥാർത്ഥ്യമായതല്ല അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. എനിക്കെപ്പോഴും അറിയാമായിരുന്നു എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് എവിടെയാണ് എത്തേണ്ടത്, അതിനു വേണ്ടി വർക്ക് ചെയ്യണമെന്നും അറിയാമായിരുന്നു. ദൈവം എനിക്ക് ഒരുപാട് നൽകി. അതിനെനിക്ക് ഒരുപാട് നന്ദിയുമുണ്ട്. ഹോണസ്റ്റ്ലി ഞാൻ കളിക്കുന്ന ഒരു രീതി, ഞാനിപ്പം മൈൽ സ്റ്റോണുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ഹാർഡർ. എക്സ്പീരിയൻസ് സ്വാഭാവികമായിട്ടും കിക്കിൻ ചെയ്യും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുക, വിന്നിങ് പൊസിഷനിലേക്ക് ടീമിനെ എത്തിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇപ്പോൾ കിങ് കോഹ്ലി പറഞ്ഞിരിക്കുന്നത്. കിങ് കോഹ്ലി വല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ, വല്ലാത്തൊരു ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധകരുടെ മനം കുളിർത്തിയിരിക്കുകയാണ്. ഇനി എത്ര പ്ലെയർ ഓഫ് ദി മാച്ചായി അദ്ദേഹത്തിന്, അതുകൂടി നമ്മൾ കൃത്യമായ കണക്ക് നോക്കണമല്ലോ. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളത് സച്ചിൻ ടെണ്ടുൽക്കറാണ്, 76 പുരസ്കാരങ്ങൾ. എന്നാൽ കിങ് കോഹ്ലി തൊട്ടു പുറകിലുണ്ട്, 71 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ. ഇന്നലെ അദ്ദേഹത്തിന് കിട്ടിയത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ 71ാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.